എന്റെ ആദ്യകൂട്ടൻ ലഞ്ച് എന്ന് പറഞ്ഞ ടൊമാറ്റോ റൈസ് ആയിരുന്നേ. വെറും ടൊമാറ്റോ റൈസ് അല്ല, അതിലൂടെ ഞാൻ കുറച്ച് ഷ്രെഡഡ് ചിക്കനും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ ടൊമാറ്റോ റൈസ് വിത്ത് ഷ്രെഡഡ് ചിക്കൻ, നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയിരുന്നു ഇതേ. അപ്പൊ ഞാനിത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, ആദ്യം ഞാൻ ചിക്കൻ കുക്കറിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കുരുമുളകും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്തേ. അപ്പൊ എല്ലാം കൂടെ വെന്തതിന് ശേഷം ചിക്കൻ ഞാൻ കൈ കൊണ്ടൊന്ന് ഷ്രെഡ് ചെയ്ത് മാറ്റി വെച്ചു. അതേസമയം ഞാനൊരു ചെറിയ തക്കാളി ആയിട്ട് എടുത്തത്, ഒരല്ലി വെളുത്തുള്ളി, കുറച്ച് ജീരകം, ഇതെല്ലാം കൂടെ മിക്സിയിൽ നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി വെച്ചേ. പിന്നെ ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലൂടെ സവാള ചേർത്ത് വഴറ്റിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്ത് പിന്നെ ഞാനുള്ള ടൊമാറ്റോ പേസ്റ്റിലും അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് കുറച്ച് സമയം വേവിച്ചെടുത്തു. ഈ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് വറ്റി വന്നപ്പോ ഇല്ലയോ, ഞാൻ അതിലോട്ട് ചോറും പിന്നെ ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ ഒന്ന് അടച്ചു വെച്ച് 2-3 മിനിറ്റ് നല്ലപോലെ വറ്റിച്ച് വേവിച്ചെടുത്തു. അത്രയുള്ള നമ്മുടെ ടൊമാറ്റോ റൈസ് വിത്ത് ഷ്രെഡഡ് ചിക്കൻ റെഡി. സത്യം പറഞ്ഞിട്ടില്ല, എനിക്ക് ഇതിന്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. ആദ്യക്കൂട്ടിന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആട്ടോ. ആദ്യക്കൂട്ടുണ്ടല്ലോ ഇപ്പൊ ഓടി നടന്നാട്ടോ ഭക്ഷണം കഴിക്കുന്ന ഭയങ്കര പാടാ. അപ്പൊ നിങ്ങൾ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതുപോലെ സിമ്പിൾ ബേബി റെസിപ്പീസിനായിട്ട് എന്റെ അക്കൗണ്ടിൽ നിന്ന് ഫോളോ ചെയ്ത് വെച്ചു. അത്രയും ബൈ.